പി ജയരാജന്റെ ആത്മകഥാ ബോംബ്. അതിൽ CPM ഇപ്പോൾ ആകെ ആടി ഉലഞ്ഞിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പാർട്ടിയെ തള്ളിവിട്ടത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക്. അത് ആദ്യവുമല്ല. പരാമർശങ്ങൾ തൻ്റേതല്ല എന്ന് പറയുമ്പോഴും അനുഭവകഥകൾ ജയരാജൻ്റേത് എന്ന് ഉറപ്പിക്കുകയാണ് നേതാക്കൾ. പക്ഷേ ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ യുടെ വിശദീകരണം തേടാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. നാളെ CPM സെക്രട്ടേറിയറ്റ് ചേരുകയും ചെയ്യും. വിനീഷ് ചേരുന്നുണ്ട് നമ്മോടൊപ്പം വിവരങ്ങളുമായി. വിനീഷ്, ഗുഡ് മോർണിംഗ്. നമസ്തേ. ഈ അങ്ങനെ ഈ തിരഞ്ഞെടുപ്പ് ദിവസം അല്ലെങ്കിൽ സുപ്രധാന ദിവസങ്ങളിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത് പുതിയ കാര്യമല്ല, ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ വല്ലാത്തൊരു പെടുത്തലായിപ്പോയി. കൃത്യമായി കാര്യങ്ങൾ പറയുകയല്ല, മറിച്ച് തൻ്റെ പുസ്തകത്തിൽ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിൽ, ഉടൻ പ്രകാശിപ്പിക്കാനിരിക്കുന്ന പുസ്തകത്തിൽ, അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞ പുസ്തകത്തിലുള്ള ചില കാര്യങ്ങൾ എന്ന രീതിയിലാണ് DC ബുക്സ് ഈ പരാമർശങ്ങൾ പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു മാധ്യമത്തിൽ വാർത്ത വരുന്നത്. അപ്പോൾ DC ബുക്സ് അതിന് പിന്നാലെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രകാശനം മാറ്റിവെക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ DC ബുക്സിനെ തന്നെ ഇത് ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്കറിയാം കേരളത്തിൽ DC ബുക്സിൻ്റെ ഒരു ആധികാരികത സംബന്ധിച്ച് അവരങ്ങനെ ഒരു കാര്യം പറയേണ്ടതുണ്ടോ എന്നുള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. വെല്ലുവിളിച്ചിരിക്കുന്നു. ഞാനങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല, കരാറില്ല, അന്വേഷണം വേണം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ പുസ്തകത്തിൽ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് റിപ്പോർട്ടിൽ വന്നപ്പോൾ അത് DC ബുക്സ് നിഷേധിച്ചിട്ടില്ല എന്നുകൂടി ഇന്നലെ പ്രസക്തമായ കാര്യമാണ്. അപ്പോൾ വിനീഷ്, ഈ ആത്മകഥ ഒരു വലിയ ബോംബ് തന്നെയാണ്. പ്രത്യേകിച്ച് അത് ഇന്നലെ ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇട്ടതുകൊണ്ടാണ് ഇത്രയധികം വലിയ പൊട്ടിത്തെറി ഉണ്ടായതും. അപ്പോൾ ഇനി അതെങ്ങനെ കൈകാര്യം ചെയ്യപ്പെടും? തീർച്ചയായിട്ടും EP സംബന്ധിച്ചിടത്തോളം പരിപ്പൂട പാർട്ടി നേതാക്കൾ പൊട്ടിക്കുമോ അല്ലെങ്കിൽ EP തന്നെ പാർട്ടിയെ പരിപ്പൂടെ ആക്കുമോ എന്നൊക്കെ നോക്കി കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ EP പറഞ്ഞത് ഇത്തരത്തിലാണ്: താൻ DC ബുക്കുമായി ഒരു കരാറിലും ഏർപ്പെട്ടിട്ടില്ല, DC ബുക്ക് തൻ്റെ ആത്മകഥ താൻ അറിയാതെ എങ്ങനെ എഴുതും, താൻ അത്തരത്തിൽ നൽകിയിട്ടില്ല എന്ന നിലപാടുകളൊക്കെയായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ EP വ്യക്തമാക്കിയത്. പൂർണ്ണമായും പുറത്തു വന്ന വാർത്തകളെ നിഷേധിക്കുന്ന തരത്തിലായിരുന്നു EP നിലപാട്. പക്ഷേ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPM സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന EP ചില നേതാക്കൾക്ക് മുന്നിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിലാണ്: നിലവിലെ സാഹചര്യത്തിൽ താൻ EP പ്രത്യേകിച്ച് DC ബുക്സുമായി ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു, തൻ്റെ ആത്മകഥ താൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയായിട്ടില്ല, അതിൻ്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും പൂർത്തിയാക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്ന് EP ചില സംസ്ഥാന നേതാക്കൾക്ക് മുന്നിൽ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നു എന്ന ഒരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ബോംബ് പൊട്ടിക്കുന്ന ഒരു പ്രവണത EP ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ആദ്യഘട്ടത്തിലല്ല, പല ഘട്ടങ്ങളിൽ നേരത്തെയും ഇത്തരത്തിൽ ചില സാഹചര്യങ്ങളൊക്കെ EP സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞ ഘട്ടത്തിലൊക്കെ അത്തരത്തിലുള്ള ഒരു ബോംബ് പൊട്ടിക്കൽ നടത്തിയിരിക്കുന്നു എന്ന കാര്യത്തിലും സംശയമില്ല, അത് ചരിത്രമാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ EP മേൽ ഒരു നടപടിയിലേക്ക് പാർട്ടി നേതൃത്വം കടക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടപടിയിലേക്ക് പാർട്ടി നേതൃത്വം കടന്നേക്കുമെന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആദ്യഘട്ടം എന്ന തരത്തിലേക്ക് ഈ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് EP ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരുപക്ഷെ പങ്കെടുക്കും എന്ന വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ പാർട്ടിക്ക് മുന്നിലുള്ള തെളിവുകൾ എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് EP ഈ കാര്യങ്ങൾ നിഷേധിക്കുമ്പോഴും എടുത്തു പറയേണ്ടത് ഈ EP സ്വകാര്യ ശേഖരത്തിലെ ഫോട്ടോ എങ്ങനെ DC ബുക്കിന് ലഭിച്ചു എന്ന സംബന്ധിച്ചുള്ള സംശയം. ഒപ്പം തന്നെ EP വിശ്വാസത്തിൽ എടുക്കുന്നില്ല പാർട്ടി നേതൃത്വം. ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ ഈ ചെറുകുന്ന് ഹൈസ്കൂളിലെ കാലത്തെ ജീവിത കാലഘട്ടത്തിലെ ഫോട്ടോസും അപ്പോഴത്തെ പഠനകാലത്തെ വിശദീകരണവും ഒക്കെ ഈ DC ബുക്കിന് നൽകിയ തൻ്റെ ആത്മകഥയിലുണ്ട്. നിലവിൽ ഈ ആത്മകഥയുടെ പേര് മാറ്റിക്കൊണ്ട് മറ്റൊരു പേരിലേക്ക് ആക്കിക്കൊണ്ട് തൽക്കാലം മുഖം രക്ഷിക്കാനുള്ള ഒരു ശ്രമം EP നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DC ബുക്കുമായി നിയമ നടപടിയിലേക്ക് പോകുമെന്ന് ഒരു ഘട്ടത്തിൽ EP പറഞ്ഞെങ്കിലും അത്തരം നടപടിയിലേക്ക് കടക്കാതിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ EP-ക്കെതിരെ ഒരുപക്ഷെ നാളെ നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് കഴിയും വരെ ആ ഒരു കാര്യത്തിൽ ഗൗരവമായി പാർട്ടി വലിയ തോതിൽ ഇടപെട്ടില്ലെങ്കിൽ പോലും
പരോക്ഷമായ ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടാകും. ഉപതെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഇപിക്കെതിരെ നടപടി വരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവ് ഇത്തരത്തിൽ പരസ്യമായി പ്രസ്താവനകൾ നടത്തുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും, അല്ലെങ്കിൽ പ്രതികരണത്തിലേക്ക് തത്സമയം അവിടെ പത്രക്കാരെ കാണുന്നുണ്ട്. പാലക്കാട് ഒരു പ്രതീക്ഷ എന്താണ്? LDFന്റെ പ്രതീക്ഷ എന്താണ്? അതിലെന്താ സംശയം? നല്ല ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാട് BJP എന്തെങ്കിലും ആരെന്ത് ശ്രമിച്ചാൽ CPM-നെ തോൽപ്പിക്കാൻ കഴിയില്ല. CPM-നെ തോൽപ്പിക്കാൻ സാധിക്കില്ല, LDF-നെ തോൽപ്പിക്കാൻ കഴിയില്ല. അതൊന്നും പ്രസക്തമായ ചോദ്യമല്ല. നിങ്ങൾ തന്നെ ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പിന്നെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? ശരി, എല്ലാവരും പോയി രാവിലെ തന്നെ പത്രാഫീസ് പോയി ബാക്കി കാര്യം നോക്ക്. രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലേ? ഞാൻ അവിടെ പറയുന്നുണ്ട് പത്രക്കാരോട്, എല്ലാവരും രാവിലെ കാണും. അദ്ദേഹം പറഞ്ഞത് അത്ര കണ്ട് വ്യക്തമായില്ല അല്ലേ? പലപ്പോഴും അങ്ങനെയാണ് വീണ. അദ്ദേഹത്തിനോട് വിവാദ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അത് ലഘൂകരിക്കുകയും വഴി മാറ്റി വിടുകയും ഒക്കെ ചെയ്യുന്നത് EP ജയരാജന്റെ ഒരു സ്ഥിരം ശൈലിയാണ്. എന്തായാലും പത്രം ഓഫീസിൽ പോയി മറ്റ് വാർത്തകളിലേക്ക് നോക്കൂ എന്നാണ്. പുസ്തകത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ LDF-നെ തോൽപ്പിക്കാൻ കഴിയില്ല, CPM-നെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. എന്തായാലും നമുക്കത് രാഷ്ട്രീയമായി എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നാളെ തന്നെ അറിയാൻ കഴിയും. വിനീഷിലേക്ക് വീണ്ടും പോകാം. വിനീഷ്, തുടരാം. എന്തായാലും EP-യുടെ ആത്മകഥാംശമടങ്ങിയ ഭാഗങ്ങൾ പുറത്തു വന്നതിലൂടെ വലിയ പ്രതിരോധത്തിൽ തന്നെ ആയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും. കാരണം രണ്ടാം പിണറായി സർക്കാർ ദുർബലം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഭാഷ തന്നെയാണ് EP-ക്ക് വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കുറച്ച് സമയം മുമ്പുള്ള EP-യുടെ പ്രതികരണം കേൾക്കുമ്പോൾ EP-യെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നിലവിലെ സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ EP-ക്ക് നിന്നേ മതിയാകൂ. പാർട്ടിയുടെ സംസ്ഥാന നേതൃ പദവിയിലേക്ക്, നേരത്തെ ഉണ്ടായ ശക്തനായ പദവിയിലേക്ക് EP-ക്ക് എത്തിയേ സാധിക്കൂ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗിമിക്കൽ ആണ് ഇതിന് പിന്നിൽ എന്ന ചില വാദങ്ങളൊക്കെ ചില CPM-ന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നു. ഏറ്റവും പ്രധാനമെന്ന് പറയാൻ സാധിക്കുന്നത് ഇപ്പോൾ EP എടുത്തിരിക്കുന്ന നിലപാട്, ഒരു കടുത്ത CPM നേതാവ് ഏത് തരത്തിലാണോ പ്രതികരണം നടത്തുന്നത് ആ ഒരു കടുത്ത നിലപാടിലേക്ക് EP മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണം നടത്തുന്നു. പ്രത്യേകിച്ച് പാർട്ടിയെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന നിലപാട് പൊതുസമൂഹത്തിൽ പറയുന്നതിനോടൊപ്പം ആ ഒരു നിലപാട് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത് അത് പാർട്ടി അണികൾക്കിടയിൽ EP-യുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന കൃത്യമായ ബോധ്യം EP-ക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പൊട്ടിക്കേണ്ട ബോംബ് നിലവിൽ പൊട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി പാർട്ടിയുടെ ഒരു അച്ചടക്കമുള്ള നേതാവായി താൻ മുന്നോട്ട് പോകുമെന്ന ഒരു സൂചന നൽകുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാർട്ടി അണികൾക്കിടയിൽ ശക്തമായ തന്റെ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള നിലപാട് വ്യക്തമാക്കുന്നു എന്നതാണ് നമുക്ക് ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ EP-യുടെ നിലപാടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം സംസ്ഥാന നേതൃത്വവുമായി കഴിഞ്ഞ കുറെ കാലമായി EP വലിയ രീതിയിലുള്ള അമർഷം പ്രകടിപ്പിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും സംസ്ഥാന നേതൃത്വങ്ങൾക്കെതിരെ പരസ്യമായി പ്രസ്താവനകൾ നടത്തുന്ന തലത്തിലേക്ക് എത്തുമ്പോഴും ഈ ഒരു DC ബുക്കിന് തന്റെ ആത്മകഥ പുറത്തിറക്കുന്നതിലൂടെ അത് പാർട്ടിക്ക് ചില കാര്യങ്ങൾ കോട്ടം വരുമെന്ന് പാർട്ടി നേതാക്കളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് EP നടത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഒരു മുന്നൊരുക്കമായിരുന്നു ഈ DC ബുക്കിലൂടെയുള്ള EP-യുടെ ഒളിയമ്പ് എന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് EP തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതും തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ, പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ വോട്ടെടുക്കുന്ന ആ ഒരു ദിനത്തിൽ അത് വലിയ ചർച്ചയാക്കി മാറ്റാനും EP-ക്ക് സാധിച്ചു. ഇനി EP ചെയ്യാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. കാര്യം സിമ്പിളാണ്. സംഭവം വലിയ ലഘൂകരിച്ചുകൊണ്ട് താൻ പറഞ്ഞിട്ടില്ല, താൻ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല. ഒരുപക്ഷെ ഇനി DC ബുക്കിന് താൻ ചില കാര്യങ്ങൾ, തന്റെ ആത്മകഥ എഴുതുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അനുമതി നൽകി, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്ന് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണത്തിലൂടെ ഈ വിഷയത്തെ ഒതുക്കി തീർക്കാൻ കൃത്യമായി EP-ക്ക് അറിയാം.
പാർട്ടിയിൽ ശക്തനാകാനുള്ള EP-യുടെ ഏറ്റവും വലിയ ഒരു തന്ത്രം എന്ന് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തെ വിലയിരുത്താൻ ശരിയാണ്. ചില സാധിക്കുന്നത്. തന്ത്രങ്ങൾ നമുക്ക് മണക്കുന്നുണ്ട് അതിനകത്ത്. അത് എങ്ങനെ ഒതുക്കി മാത്രമല്ല, അതെ വീണ, അത് മാത്രമല്ല, രാഷ്ട്രീയക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റിമറിക്കാം വാക്യങ്ങൾ. പക്ഷേ DC ബുക്സ് മാറ്റിമറിക്കുമെന്ന് തോന്നുന്നില്ല. അതെ.